നിങ്ങളുടെ ബെഡ്റൂം ചെറുതാണോ? ലേഔട്ടിൽ മാറ്റം വരുത്താതെ വിഷ്വലി ബിഗറായി ഫീൽ ചെയ്യാൻ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പെയിൻറ് ചൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുക. 4 വോളും ഒരേ കളർ കൊടുത്താൽ നന്നായിരിക്കും. ഇനി ഒരു വോള് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതിലും ഇപ്പോൾ ടെക്സ്ചർ പെയിൻറ്, വാൾപേപ്പർ, ലൂവേഴ്സ്, ചാർക്കോൾ പാനൽ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഷെയ്ഡും ലൈറ്റ് പ്രിൻറ്റും ചൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, ഒരു ബെഡ്റൂമിലെ ഫർണിച്ചറുകൾ ബൾക്കി ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഒത്തിരി ഫർണിച്ചർ കുത്തി നിറയ്ക്കാതെ ആവശ്യം വേണ്ട മിനിമം ഫർണിച്ചേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അത് ഇപ്പം കോട്ടാണെങ്കിൽ നമ്മൾ സാധാരണ ബോക്സ് ടൈപ്പ് യൂസ് ചെയ്യാതെ ലെഗ് ടൈപ്പ് ഓഫ് ഫർണിച്ചർ യൂസ് ചെയ്യുക. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫ്ലോർ കാണുന്ന രീതിയിലുള്ള ഫർണിച്ചർ ആയാൽ നന്നായിരിക്കും. ഇനി ഫാബ്രിക്കിലും, അതായത് ഏതെങ്കിലും സോഫാസൊക്കെ യൂസ് ചെയ്താൽ ഫാബ്രിക്കിലും നമ്മൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുക. കർട്ടൻസ് സീലിങ്ങിൽ നിന്ന് ഫ്ലോറിലേക്ക് എത്തുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഒരു വോളിൽ മിറർ വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇനി ഡെക്കോർ ഐറ്റംസ് അത് ഒരു വോളിൽ ഒന്നിൽ കൂടുതൽ വെക്കാതിരിക്കുക. ഇനി ലൈറ്റിങ്ങിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുക. 3-in-1 ലൈറ്റ് ആയാൽ ഏറ്റവും നന്നായിരിക്കും. താങ്ക് യു.